വിശദമായ വാർത്തയിലേക്ക്. സോളാർ സമരം തീർത്തതിന് പിന്നിൽ രഹസ്യധാരണയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി സി ദിവാകരൻ. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി. എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു. തുടർന്ന് ധാരണയിലെത്തിയെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും പാർട്ടി നേതാക്കൾ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തത്. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെയെന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും സി ദിവാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. LDFുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ് ആ ധാരണ അനുസരിച്ച് എന്നോട്, ഞാൻ സെക്രട്ടറിയുടെ ഇടയിരിക്കുകയായിരുന്നു, എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞൊരു ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തീരെയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ എങ്കിലും കുഴപ്പമില്ല, പാർട്ടി തീരുമാനം LDF അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. AK സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് AKG സെൻറ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. പുള്ളി മുൻകൈ എടുത്ത് ജുഡീഷ്യൽ എൻക്വയറി എല്ലാം അംഗീകരിച്ചു. അതിലാണ് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത്. അത് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ് അയാൾ 4-5 കോടി രൂപയും വാങ്ങിച്ച് ഇന്നലെ അവർ കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് വെച്ച് ഓരോരുത്തരും എത്ര തവണയാണ് സരിതയെ അല്ലേ, സരിതയല്ലേ എന്ന് സരിത ആരെല്ലാം ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത്. വേണുഗോപാൽ നായർ എത്ര തവണയാണ് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു റിപ്പോർട്ട് അതിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റിപ്പോയി. അത് ആ സമരം അങ്ങനെ പോകുന്നത്. ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാളങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ്. അത് പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്. പല സമരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുള്ളതല്ല. തൊഴിലാളി വർഗം കുറേ കൂടി ശക്തമായ അവരുടെ ഇടപെടൽ ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. ഒരൊത്തുതീർപ്പിനും ഒരിടത്തും പോയിട്ടില്ലെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരുമായും സംസാരിച്ചിട്ടില്ല. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമടക്കം LDF തനിക്ക് നൽകിയ കത്ത് UDF ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒത്തുതീർപ്പുകളൊന്നും നടന്നിട്ടില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് വളയുന്നതിന് വേണ്ടി CPM അന്ന് നടത്തിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ സ്വാഭാവികമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നിലപാടും നടപടികളും നമ്മൾ ചർച്ച ചെയ്യും. അത് ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ സോളാർ കേസ് സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഇതിന്റെ ഇൻബിറ്റ്വീൻ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി, അദ്ദേഹം കത്തുകൊണ്ട് എന്റെ കയ്യിലാണ് തന്നത്. ഞങ്ങൾ ആ കത്തെല്ലാം സ്വീകരിച്ചു. അത് UDFൽ ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോകണം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോവുകയും ചെയ്തു. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെയെന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും ദിവാകരൻ പറഞ്ഞു. എന്നാൽ ദിവാകരന്റെ വാദങ്ങൾ CPM തള്ളുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. രഹസ്യ ഒത്തുതീർപ്പുണ്ടായിരുന്നില്ലെന്നും അന്വേഷണം തന്നെയായിരുന്നു സമരത്തിന്റെ ആവശ്യമെന്നും AK ബാലൻ പ്രതികരിച്ചു. ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. അത് മാത്രമല്ല, അന്നൊരു കൺസിലിയേറ്ററി പിന്നെ ഒരു ചർച്ച നടന്നിരുന്നു. തിരുവഞ്ചൂരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന്. ജുഡീഷ്യൽ കമ്മീഷനെ അല്ല, രഹസ്യമായിട്ടുള്ളതല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ അതവിടെ പ്രഖ്യാപിച്ചല്ലോ. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാമെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ശരി, ഓക്കെ. സോളാർ സമരം തീർത്തതിന് പിന്നിൽ രഹസ്യധാരണയെന്ന സി ദിവാകരന്റെ ആരോപണം തള്ളി അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല. തന്റെ അറിവിൽ ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി പറയട്ടെ. UDFന് ഒന്നും ഒളിക്കാനില്ലാത്തതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്റെ അറിവിൽപ്പെട്ടിടത്തോളവും ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ഡിമാൻഡ് പ്രതിപക്ഷത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു, ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു. ഒരു ഒത്തുകളി ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി ദിവാകരന് വല്ല അറിയാമെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ഇനി അതില്ല ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ.
ഞങ്ങൾ ജനാധിപത്യപരമായി ചെയ്തൊരു കാര്യമാണ്. അതിനകത്ത് CPM ആയിട്ടോ ഇടതുമുന്നണിയായിട്ടോ ഒരു കൂട്ടുകെട്ടും അന്ന് തിരുവഞ്ചൂർ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനു മുൻപും ശേഷവും കേരളം കണ്ടിട്ടില്ലാത്ത സമരരൂപമായിരുന്നു സോളാർ സമരം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഇടതുമുന്നണി നടത്തിയ സമരം അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ വെട്ടിലാക്കി. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരമെങ്കിലും ജുഡീഷ്യൽ അന്വേഷണം എന്ന സർക്കാർ വാഗ്ദാനത്തിനു മുന്നിൽ സമരക്കാർ വഴങ്ങി. ഇത് എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് അന്നു മുതൽ ഉയരുന്നത്. 2013 ജൂൺ 3 തട്ടിപ്പ് കേസിൽ സരിതാ നായർ അറസ്റ്റിലായതോടെയാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സോളാർ കേസിന്റെ തുടക്കം. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ, കേസുകൾ, വെളിപ്പെടുത്തലുകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഭരണപക്ഷത്തെ ഏതാണ്ട് എല്ലാ പ്രമുഖർക്കെതിരെയും ആരോപണ പെരുമഴ. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രക്ഷോഭം. സോളാർ അഴിമതി ആരോപണത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആടിയുലയാൻ തുടങ്ങി. സർക്കാരിന്റെ പ്രതിരോധ നീക്കങ്ങളെല്ലാം പാളി. ഇതോടെ വർദ്ധിത വീര്യത്തോടെ പ്രതിപക്ഷം സമരം ശക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ രാജിവരെ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. അതിനു മുന്നോടിയായി സംസ്ഥാനമൊട്ടാകെ പ്രചരണ പരിപാടികൾ, തയ്യാറെടുപ്പുകൾ. 3.5 കോടി മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇവിടെ അണിനിരന്നിരിക്കുന്ന ഈ 1 ലക്ഷത്തിൽ പരം സമരസഖാക്കൾ ആ സന്ദേശം കേരളമാകെ പ്രചരിപ്പിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് 12 സമരം ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടതുമുന്നണി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒഴുകി. തലസ്ഥാന നഗരം സ്തംഭിച്ചു. ചരിത്രത്തിലാദ്യമായി 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടിയുടെ അസാധാരണ നീക്കം. എന്നിട്ടും സമരത്തിന് അയവുണ്ടായില്ല. മറ്റു വഴികളില്ലാതെ രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പരന്നു. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി മാറി നിന്നുള്ള അന്വേഷണമല്ലാതെ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നായിരുന്നു സമരക്കാരുടെ ആദ്യ നിലപാട്. തുടർ സമരം തീരുമാനിക്കാൻ AKG സെന്ററിൽ ഇടതുമുന്നണിയുടെ നിർണായക യോഗം. യോഗശേഷം നേതാക്കൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പിന്നീടാണ് ശരിക്കും കേരളം ഞെട്ടിയത്. സമരം അവസാനിപ്പിക്കുകയാണെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ വേദിയിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രഖ്യാപനം. ഇപ്പോൾ നാം നടത്തിവരുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം ഇന്നത്തേതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കും. തിങ്ങിക്കൂടിയ അണികൾ മാത്രമല്ല, തലമുതിർന്ന നേതാക്കൾ പോലും ഞെട്ടലോടെയാണ് ആ പ്രഖ്യാപനം കേട്ടത്. സമരം ചരിത്ര വിജയമെന്ന് അവകാശപ്പെട്ട് നേതാക്കൾ പിരിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കാതെ എന്തു വിജയമെന്ന ചോദ്യം അണികളിലും കേരള സമൂഹത്തിലും ഉയർന്നു. ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന വിമർശനം ശക്തമായി. TP കേസിൽ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന ആക്ഷേപവും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ, ഭരണത്തെ സ്തംഭിപ്പിച്ച ഒരു സമരം. അതാണ് പ്രധാന ആവശ്യത്തിൽ തീരുമാനമുണ്ടാകും മുമ്പ് സമരക്കാർ പാതി വഴിയിൽ ഇട്ടെറിഞ്ഞു പോയത്. എന്തായിരുന്നു സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് പിന്നിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളെന്ന സംശയം നേരത്തെ ഉയർന്നതാണ്. അന്ന് സമരത്തിന്റെ മുന്നണി പോരാളിൽ ഒരാളായിരുന്ന C. ദിവാകരൻ തന്നെ ഇപ്പോൾ അതേ സംശയം ഉയർത്തുന്നത് ഇതിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. US-ലെ ലോക കേരള സഭയിലെ പണപ്പിരിവിൽ വിവാദം തുടരുന്നു. ബക്കറ്റ് പിരിവിന്റെ പരിഷ്കൃത രൂപമാണ് അമേരിക്കയിലെ പണപ്പിരിവെന്നും മുഖ്യമന്ത്രി പിന്മാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ധനസമാഹരണത്തെ CPM നേതാക്കൾ ന്യായീകരിച്ചു. മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും അമേരിക്കൻ സന്ദർശനത്തിലാണ് വിവാദം കത്തുന്നത്. മുഖ്യമന്ത്രിയെ കാണണമെങ്കിലും അടുത്തിരിക്കണമെങ്കിലും പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് രമേശ് ചെന്നിത്തല. വരേണ്യവർഗത്തിന്റെ പ്രതിനിധികളെ കൂട്ടി നടത്തുന്ന സമ്മേളനങ്ങൾ കൊണ്ട് സാധാരണ പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ല. ലോക കേരള സഭ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ പ്രവാസികൾക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ലോക കേരള സഭയിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്ന് പ്രതിപക്ഷ നേതാവിനെ വൈസ് ചെയർമാനുമാക്കി. പക്ഷേ തുടർന്നുള്ള നടപടികൾ പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ധൂർത്താണെന്നും വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണെന്നും മനസ്സിലായത്. പ്രവാസികൾ മനസ്സറിഞ്ഞു നൽകുന്നതിൽ അസൂയ എന്തിനെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. പ്രതിപക്ഷം വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇകഴ്ത്താനാകില്ല. വിവാദം പ്രവാസികൾ പുച്ഛിച്ചു തള്ളും. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ KPCC ജനറൽ സെക്രട്ടറിയുടെ അറസ്റ്റ് മറച്ചുവെക്കാനാണ് വിവാദങ്ങളെന്നും AK ബാലൻ വിമർശിച്ചു. പുൽപ്പള്ളി ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പൊ ജയിലിലാണ്. ഞാനീ സംസാരിക്കുമ്പോൾ ജയിലിലാണ്.
50 കോടി രൂപയുടെ തട്ടിപ്പാണ്, ചില്ലറയല്ല. ഇന്നേ വരെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ സജീവമായ ചർച്ചയാകും എന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് LDFന്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി ലോക കേരള സഭയുടെ UA സമ്മേളനത്തെ ഇപ്പോൾ മാറ്റിയത്. 2 കോടി രൂപയുടെ ഡയമണ്ട് സ്പോൺസർഷിപ്പ് മുതൽ 25 ലക്ഷത്തിന്റെ ബ്രോൺസ് വരെയാണ് പിരിവ്. സംഭാവന ഓഡിറ്റ് ചെയ്യുന്ന സമ്പ്രദായമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നോർക്ക വിശദീകരിച്ചെങ്കിലും 7 മാസം മുൻപ് UK-യിൽ നടന്ന മേഖലാ സമ്മേളനത്തിന്റെ കണക്ക് ഇതുവരെ പുറത്തുവിട്ടില്ലെന്ന ആക്ഷേപം സർക്കാർ നേരിടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. MGVC നിയമനത്തിൽ നിന്ന് സാബു തോമസിന്റെ പേര് ഒഴിവാക്കി പുതിയ പട്ടിക ഗവർണർക്ക് നൽകിയെന്ന് മന്ത്രി ആർ ബിന്ദു. സാബു തോമസിനെ നിയമിക്കാനാണ് സർക്കാരിന് താൽപര്യമെന്ന് ഗവർണറെ അറിയിച്ചിരുന്നു. എന്നാൽ ഗവർണർ 3 സീനിയർ പ്രൊഫസർമാരുടെ പേര് ചോദിച്ചു. അതിൽ നിന്ന് ഉടൻ നിയമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അത് നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവർണർക്ക് ആദ്യം അയച്ചു കൊടുത്ത പാനലിൽ നമ്മൾ ആദ്യം വെച്ചത് ഡോക്ടർ സാബു തോമസിൻ്റെ പേരാണ്. കാരണം അദ്ദേഹം ശ്ലാഘനീയമായ സേവനം യൂണിവേഴ്സിറ്റിക്ക് ചെയ്യുകയും ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും അറിയപ്പെടുന്ന അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ നോട്ടബിളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അക്കാദമിക് മേഖലയിലും അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കാം എന്നുള്ള താല്പര്യം നമ്മുടെ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ അതിന് പകരമായിട്ട് 3 സീനിയർ പ്രൊഫസേഴ്സിൻ്റെ പേര് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് വീണ്ടും നമ്മൾ സീനിയർ പ്രൊഫസേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി 1983 ക്രിക്കറ്റ് ലോകകപ്പ് വിജയിപ്പിച്ച ഇന്ത്യൻ താരങ്ങൾ രംഗത്ത്. ഇന്ത്യയുടെ അഭിമാന താരങ്ങളെ റോഡിലൂടെ വലിച്ചിഴച്ചത് നിർഭാഗ്യകരം. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും എല്ലാം ഫലമാണ് അവർ നേടിയ മെഡലുകൾ. നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളരുതെന്നും മുൻ ഇന്ത്യൻ താരങ്ങൾ ഗുസ്തി താരങ്ങളോട് ആവശ്യപ്പെട്ടു. ബ്രിജ്ഭൂഷൺ തിങ്കളാഴ്ച നടത്താനിരുന്ന റാലി മാറ്റിവെച്ചു. ശക്തിപ്രകടനമായി അയോധ്യയിൽ ജൻചേതന മഹാറാലി എന്ന പേരിൽ റാലി നടത്താനായിരുന്നു തീരുമാനം. ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് റാലി മാറ്റിയതെന്നും 10,000-കണക്കിന് പേരുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞു. പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് BJPയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പറഞ്ഞു. ഇതിനിടെ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന രാഹുലിന്റെ പരാമർശം BJP വിവാദമാക്കി. ലീഗിനെ ജിന്നയുടെ ലീഗെന്ന് വിശേഷിപ്പിച്ചാണ് BJP ആരോപണം. സമീപകാലത്ത് പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതാദ്യമായാണ്. പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുകയാണ്. വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. പരസ്പരം മത്സരിക്കുന്ന ഇടങ്ങൾ ഉള്ളതിനാൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും. സംയുക്ത പ്രതിപക്ഷത്തിന് BJPയെ തോൽപ്പിക്കാനാകുമെന്നും രാഹുൽ. The opposition is pretty well united, and I think it's getting more and more united. We are having conversations with all the opposition. There are spaces where we are competing also with the opposition. So it's a little bit of give and take is required, but I'm confident that will happen. വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ചും ചോദ്യമുയർന്നു. മുസ്ലിം ലീഗ് സമ്പൂർണ്ണ മതേതര പാർട്ടിയാണെന്നും മതേതരമല്ലാത്ത ഒന്നും അതിലില്ലെന്നും രാഹുൽ. Muslim League is a completely secular party. Right. There's nothing non-secular about the Muslim League. രാഹുലിന്റെ ഈ വാക്കുകൾ BJP രാഷ്ട്രീയായുധമാക്കുകയാണ്. മുസ്ലിം ലീഗിനെ ജിന്നയുടെ ലീഗിനോട് ഉപമിച്ച് BJP IT സെൽ മേധാവി അമിത് മാളവിയാണ് ആദ്യം രംഗത്തെത്തിയത്. ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായവരെയാണ് മതേതരർ എന്ന് വിശേഷിപ്പിച്ചതെന്ന് BJP കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വാർത്തകളിലേക്ക്. KK എബ്രഹാം KPCC ജനറൽ സെക്രട്ടറി പദവി രാജിവെച്ചു. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പ് ജയിലിലായതോടെയാണ് രാജി. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും നിരപരാധിത്വം തെളിയുന്നതുവരെ പാർട്ടി പദവികളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും KK എബ്രഹാം പറഞ്ഞു.
പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സഹകരണ വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി വി എൻ വാസവൻ. സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി അയ്യപ്പൻ നായരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. രജിസ്ട്രാറുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ബാങ്കിന്റെ പൊതുഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടോ എന്ന വിഷയങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. വയനാട് പുൽപ്പള്ളി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്ത് വിജിലൻസ് കുറ്റപത്രം. 4 വർഷം മുൻപ് അന്വേഷണം പൂർത്തിയായ കേസിലാണ് വിജിലൻസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചത്. KK എബ്രഹാമിനെതിരെയുള്ള നടപടി പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ നാളെ ജില്ലയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബാങ്ക് വായ്പാ തട്ടിപ്പ് കർഷകന്റെ ജീവനെടുത്തതോടെയാണ് 4 വർഷം മുമ്പ് അന്വേഷണം പൂർത്തിയായ കേസിൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കർഷകനായ രാജേന്ദ്രൻ നായരുടെ ആത്മഹത്യക്ക് പിന്നാലെ അറസ്റ്റിലായ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. തലശ്ശേരി വിജിലൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ സജീവൻ കൊല്ലപ്പള്ളി എന്നയാളുടെ അക്കൗണ്ടിൽ 1.2 കോടി രൂപ എത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ KK എബ്രഹാമിന്റെ ബെനാമിയാണെന്നും ആരോപണമുണ്ട്. KK എബ്രഹാമിനെതിരെയുള്ള നടപടി പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അത് KPCC ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയുടെ കർഷക സ്നേഹം കപടമാണെന്ന് DYFI കുറ്റപ്പെടുത്തി. നാളെ CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 5-ന് DYFIയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. KK എബ്രഹാമിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിനുള്ളിലും ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് പുതുപ്പാടിയിൽ ബിരുദ വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചു. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത്. ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയെ കാണാതാവുന്നത്. കോളേജിന് സമീപത്തെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന വിദ്യാർത്ഥിനി 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിൽ പോകുന്നത്. ക്ലാസ്സിൽ വരാത്തതിനെ തുടർന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ വിളിച്ചപ്പോഴാണ് കുട്ടി വീട്ടിലും എത്തിയിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി താമരശ്ശേരി ചുരത്തിന്റെ 9ാം വളവിൽ വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. കോളേജിലേക്ക് പോകുമ്പോൾ പരിചയപ്പെട്ട യുവാവ് നമ്പർ നൽകി വിളിക്കാൻ ആവശ്യപ്പെട്ടെന്നും പിന്നീട് വിളിച്ചപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി കാറിൽ കയറ്റി കൊണ്ടുപോയെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ മൊഴി. മയക്കുമരുന്ന് നൽകിയ ശേഷം പീഡിപ്പിച്ചതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധന നടത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ വിദ്യാർത്ഥിനിയെ പിതാവിനൊപ്പം വിട്ടയച്ചു. പ്രതിയെ തിരിച്ചറിഞ്ഞതായി താമരശ്ശേരി പോലീസ് അറിയിച്ചു. ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയായ യുവാവാണ് പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 താമരശ്ശേരി. മംഗളൂരുവിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ഗുണ്ട ആക്രമണം. ഇതര മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി സോമേശ്വർ ബീച്ചിലെത്തിയപ്പോഴാണ് 3 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകരായ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവധി ആഘോഷിക്കാനായി ഉള്ളാൾ സോമേശ്വർ ബീച്ചിലെത്തിയ ദേർലക്കട്ടയിലെ പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സദാചാര ഗുണ്ട ആക്രമണമുണ്ടായത്. ഇതര മതസ്ഥരിൽപ്പെട്ട സഹപാഠികളോടൊപ്പം ബീച്ചിലെത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനമേറ്റ കാസർഗോഡ് സ്വദേശികളായ സഫർ ഷെരീഫ്, മുജീബ്, ആഷിഖ് എന്നിവരെ ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലും ബെൽറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ ബന്ധു. ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് ഐഡൻറ്റി കാർഡ് കാര്യങ്ങൾ ചോദിച്ചു. ഇവർ വിസമ്മതിച്ചപ്പോൾ ഇവർ അസഭ്യം പറഞ്ഞുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് 6 പേരുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുമ്പോൾ. പിന്നെ അവർ ആൾക്കാരൊക്കെ കൂടി 30-20 പേരുണ്ടെന്നാണ് പറയുന്നവർ. ബെൽറ്റ് ഊരിയിട്ട് പിന്നെ വടി കൊണ്ട് കല്ലുകൊണ്ടൊക്കെ മുഖത്ത് കുത്തി പിന്നെ വളയിൽ തലക്കൊക്കെ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വലിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും മുടി പിടിച്ചിട്ട്. തലപ്പാടി ഉള്ളാൾ സ്വദേശികളാണ് അറസ്റ്റിലായവർ. ഇവർ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരാണെന്ന് പോലീസ്. മർദ്ദനമേറ്റവർക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിച്ചു. നേരത്തെയും മംഗളൂരുവിൽ സമാന രീതിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. വിദ്യാർത്ഥിനിക്ക് ബസ് കൺസെഷൻ അനുവദിക്കാത്തത് ചോദ്യം ചെയ്ത രക്ഷിതാവിന് തൃശൂർ മരോട്ടിച്ചാലിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനം. യൂണിഫോം ധരിക്കാത്തതിന്റെ പേരിൽ ഇന്നലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയിൽ നിന്ന് ഫുൾ ചാർജ് ഈടാക്കിയിരുന്നു. തൃശൂർ മാനാമംഗലം
മരോട്ടിച്ചാൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന കാർത്തിക ബസിലെ കണ്ടക്ടറാണ് വിദ്യാർത്ഥിനിയുടെ പിതാവ് സജിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ കണ്ടക്ടർ വെട്ടിക്കാട് സ്വദേശി അഖിലിനെതിരെ ഉള്ളൂർ പോലീസ് കേസെടുത്തു. സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും കൊച്ചി നഗരത്തിൽ മാലിന്യ നീക്കം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. നഗരത്തിൽ പലയിടങ്ങളിലും തുടർച്ചയായ രണ്ടാം ദിവസവും മാലിന്യ നീക്കം തടസ്സപ്പെട്ടു. റോഡരികിൽ മാലിന്യം കുന്നുകൂടുകയാണ്. തെരുവുനായ്ക്കൾ റോഡിലേക്ക് മാലിന്യം വലിച്ചുകൊണ്ടിടുന്നതും ദുർഗന്ധം വമിക്കുന്നതും നഗരജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. അതിന് പരിഹാരമായി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധിക്ക് അയവില്ല. നഗരകേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് ചീഞ്ഞു നാറുന്ന മാലിന്യം. ദുർഗന്ധം വമിക്കുന്ന മാലിന്യം നായ്ക്കളും കാക്കകളും കൊത്തിവലിക്കുന്ന കാഴ്ചകളാണ് മെട്രോ നഗരത്തിൽ നിന്നും കാണാനാവുന്നത്. പനമ്പള്ളി നഗർ, വടുതല, കടവന്ത്ര, കത്രക്കടവ്, പാലാരിവട്ടം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരം തുടങ്ങി നഗരത്തിന്റെ മുക്കിലും മൂലയിലും റോഡരികിൽ മാലിന്യക്കൂനകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇടിച്ചു കൊണ്ടുപോകാൻ പലപ്പോഴും കോർപ്പറേഷൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ കൊണ്ടുവിടാൻ സാധ്യതയുണ്ട്. ഈ വീട്ടിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് അല്ല ഇവർ എടുക്കത്തില്ല. നമ്മളിപ്പോ ഇന്നലത്തെ ഒരു ഫുഡ് വേസ്റ്റ് ആയിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇന്നലെ എടുത്തിട്ടില്ല. സ്വകാര്യ ഏജൻസികൾക്ക് ആവശ്യത്തിന് വാഹനമില്ലാത്തതും പരിചയക്കുറവും ശേഖരണത്തെ ബാധിക്കുന്നുണ്ട്. കൃത്യമായ ഒരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ വന്നത് എങ്ങനെയാണ് ഈ ഏജൻസി കളക്ട് ചെയ്യുന്നത് എന്ന് പോലും പരിശോധിക്കാതെയും ഏജൻസിക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് എത്ര ലോറി വേണമെന്ന് പോലും ഉദ്യോഗസ്ഥർ തന്നിട്ടുണ്ടായില്ല വിവരം. അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. സ്വകാര്യ ഏജൻസികൾക്ക് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തരംതിരിച്ചു നൽകണം. അശാസ്ത്രീയമായ തരംതിരിക്കൽ നടക്കുന്നതും റോഡരികിൽ തന്നെ. പ്ലാസ്റ്റിക് വേറെ, ഫുഡ് വേറെ. മാലിന്യ നീക്കം നടക്കാത്തതിനാൽ ശുചീകരണ തൊഴിലാളികളും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ ശേഖരിച്ച മാലിന്യം കൊണ്ടുപോകാത്തത് മൂലം വീടുകളിൽ നിന്ന് ഇന്ന് മാലിന്യങ്ങൾ ശേഖരിച്ചിട്ടുമില്ല. 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5 മണിക്ക് കൃത്യമായിട്ട് വണ്ടിയില്ല, ഇപ്പൊ വരെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇത് വല്ല ആൾക്കാരെ വായിരിക്കണം, കേൾക്കുകയും ചെയ്യണം. ഞങ്ങൾ വീടുകളിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകണില്ലേ എന്നും പറഞ്ഞുള്ള ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനം തള്ളി അവിടെ നിന്നൊക്കെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്നാൽ ഇവിടെ വെക്കണത്. ഇത് ഒരു 9 മണിക്കുള്ളിൽ ഇത് പോയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഈ വേസ്റ്റിൽ നിന്ന് വെള്ളം ഒഴുകി നിലത്ത് വീണ് അവിടെ പുഴുവും വളരെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ ശേഖരണത്തിൽ സ്വകാര്യ ഏജൻസികൾ പര്യാപ്തമാണെന്നാണ് ശുചിത്വ മിഷനും കോർപ്പറേഷനും ഒരുപോലെ വിശദമാക്കുന്നത്. എന്നാൽ വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം പോലും അവതാളത്തിലാകുന്നതാണ് നിലവിലെ സാഹചര്യം. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഉയർന്നു. കിലോയ്ക്ക് 160 മുതൽ 180 രൂപ വരെയാണ് വില. കോഴിത്തീറ്റയുടെ വില വർധനയും ഉൽപാദനം കുറഞ്ഞതുമാണ് വില ഉയർച്ചയ്ക്ക് കാരണം. പ്രൊഡക്ഷൻ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു 10 പെട്ടി കോഴി ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നത് 8 പെട്ടി 6 പെട്ടി കോഴികളൊക്കെയാണ് ഞങ്ങൾക്ക് ഇട്ട് തരുന്നത്. ചോദിക്കുമ്പോൾ സാധനം ഇല്ല, പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് സാധനം കുറവാണെന്നാണ് പറയുന്നത്. ഒരാഴ്ച മുൻപ് 130 മുതൽ 140 വരെ ഉണ്ടായിരുന്നിടത്തിപ്പോൾ 160 മുതൽ 180 വരെയാണ് വില. ചൂട് കൂടിയതോടെ കോഴി ഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞതും കോഴിത്തീറ്റയുടെ വില വർധനവുമാണ് വില ഉയരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. 50 കിലോ കോഴിത്തീറ്റ ചാക്കിന്റെ വില അടുത്തിടെ 700 രൂപയാണ് വർദ്ധിച്ചത്. കനത്ത ചൂടിൽ ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നതും വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നു. 1000 കോഴി ഇടുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ ഒരു 500 കോഴി അത്രയും ഇടാൻ കഴിയൂ. അതും 40-45 ദിവസം ആകുമ്പോഴാണ് 2 കിലോൻ്റെ ആവറേജ് വെയിറ്റ് വരുന്നുള്ളൂ. മറ്റേത് 38 ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം 2 കിലോ വെയിറ്റ് വരുന്നത് ഇപ്പോൾ 6-7 ദിവസം എക്സ്ട്രാ തീറ്റ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഫാമരെല്ലാം ഭയങ്കര ദയനീയ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. കച്ചവടക്കാരെ പിന്നെ കിട്ടുന്നതിനനുസരിച്ച് 15 രൂപ മാർജിൻ വെച്ചിട്ട് വിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ കാര്യം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഇറച്ചി വിപണികളിലേക്ക് കോഴിയെത്തുന്നത്. വില ഇനിയും ഉയർന്നാൽ ഹോട്ടലുകളിലെ ഭക്ഷണവിലയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 കാസർഗോഡ്.
വൈദ്യുതി ചാർജ് വർധനയെ ന്യായീകരിക്കാൻ കണക്കുകൾ നിരത്തി സർക്കാർ. വൈദ്യുതി സർചാർജിലെ ഉയർന്ന പരിധി 10 പൈസയാക്കിയത് കേരളം മാത്രമാണ് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മാസം തോറും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര നിയമ ഭേദഗതി അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ജൂൺ മാസത്തിൽ യൂണിറ്റിന് 19 പൈസയാണ് സർചാർജ് ഇനത്തിൽ KSEB പിരിക്കുന്നത്. യൂണിറ്റിന് 9 പൈസ വീതം പഴയ സർചാർജായി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതും 10 പൈസ വീതം വൈദ്യുതി ബോർഡ് പുതിയ കേന്ദ്ര നിയമപ്രകാരം സ്വമേധയാ ഏർപ്പെടുത്തിയതുമാണ്. രണ്ടും കൂടി ഒരുമിച്ച് വന്നതോടെ ഉപഭോക്താക്കൾക്ക് ശരിക്കും ഇലക്ട്രിക് ഷോക്കടിച്ചു. പ്രതിഷേധം ഉയർന്നതോടെ കണക്കുകൾ നിരത്തി ന്യായീകരിക്കുകയാണ് സർക്കാർ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സർചാർജിലെ ഉയർന്ന പരിധി 10 പൈസയാക്കിയത് കേരളം മാത്രമാണെന്ന് വൈദ്യുതി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ജൂൺ മാസത്തിൽ സർചാർജ് ഇനത്തിൽ യൂണിറ്റിന് 310 പൈസയാണ് ഗുജറാത്ത് ഈടാക്കുന്നത്. ഹരിയാനയാകട്ടെ 52 പൈസയും രാജസ്ഥാൻ 42 പൈസയും ഛത്തീസ്ഗഡ് 43 പൈസയും പിരിക്കുമ്പോൾ കേരളം 19 പൈസ മാത്രമാണ് പിരിക്കുന്നത് എന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ ജൂലൈയിലെയും വൈദ്യുതി നിരക്ക് കൂടിയേക്കും. KSEB സമർപ്പിച്ച താരിഫ് നിർദ്ദേശങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി. 5 വർഷത്തേക്കുള്ള താരിഫ് വർധനയ്ക്കാണ് വൈദ്യുതി ബോർഡ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജമ്മുകാശ്മീരിലെ രജൌരിയിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. സൈന്യവും ജമ്മുകാശ്മീർ പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത്. കേരള സർവകലാശാലയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിൽ ഇടപെട്ട് VC മോഹനൻ കുന്നുമ്മൽ. പ്രസവിച്ച 8ാം നാൾ ജീവനക്കാരിയെ വിളിച്ചു വരുത്തിയ സംഭവത്തിലാണ് VC നിലപാട് കടുപ്പിച്ചത്. കാസർഗോഡ് പൂച്ചക്കാട് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. സീതാംകോളി സ്വദേശി ഖദീജയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുവേദിയിൽ തട്ടിവീണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കൊളറാഡോയിലെ വ്യോമസേന അക്കാദമിയിലെ ബിരുദദാന ചടങ്ങിനിടെയാണ് സംഭവം. കൊല്ലം ഓച്ചിറയിൽ പഞ്ചായത്ത് ഓഫീസിന് തീപിടിച്ചു. പുലർച്ചെ 6 മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5600 രൂപ, പവന് 44,800 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോ 79,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3604 രൂപ, ഔൺസിന് 1,12,097 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്തകളിലേക്ക്. ബ്രാൻഡ് കൺസൾട്ടൻസിയായ ഇന്റർ ബ്രാൻഡിന്റെ 2023 പട്ടികയിൽ ജിയോയും. ഇന്ത്യയിലെ മൂല്യമേറിയ 50 ബ്രാൻഡുകളുടെ പട്ടികയിലാണ് ജിയോ ഇടം നേടിയത്. 4,90,273 ദശലക്ഷം രൂപയുടെ ബ്രാൻഡ് മൂല്യവുമായി പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ജിയോ. 6,53,208 ദശലക്ഷം രൂപയുടെ മൂല്യവുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് 2ാം സ്ഥാനവും നേടി. 10 വർഷത്തിനിടെ 121% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. 2014 ഒക്ടോബർ 3-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന് തുടക്കമിട്ടത്. രാജ്യത്തെ ജനങ്ങളോട് വികസനത്തെക്കുറിച്ചും നമ്മുടെ വെല്ലുവിളികളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിച്ചു. ജനഹൃദയങ്ങളിലേക്ക് എത്തിയ പരിപാടി 100 എപ്പിസോഡുകൾ പൂർത്തീകരിക്കുകയാണ്. ഈ അവസരത്തിൽ മൻ കി ബാത്ത് രാജ്യത്തെ ജനങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് കാണാം.
മൻ കി ബാത് ജൻ കി ബാത് ഡോക്യുമെന്ററി രാത്രി 8 മണിക്ക് ഹിസ്റ്ററി ടിവിയിലും 10:30 ന്യൂസ് 18 കേരളത്തിലും കാണാം. मेरे प्यारे देशवासियों, मैं आज रेडियो के माध्यम से कुछ मन की बातें बताना चाहता हूँ. प्राइम मिनिस्टर इज इंस्पायरिंग मिलियंस. इंफॉर्मेशन से लेकर के इन्वॉल्वमेंट, इंस्पिरेशन एंड इम्पैक्ट, हर कोई अपना छोटा छोटा योगदान कर रहा है भारत माँ की प्रगति के सफर में. महिला सशक्तिकरण और खेती को लाभकारी बनाने की दिशा में किसान चाची ने एक मिसाल पेश की. It's good to hear about many women entrepreneurs. They are impacting economic progress in a country. मन की बात में प्रधानमंत्री जी के शब्द चिंगारी बन गए. फिर तो प्रोत्साहन और प्रेरणा का ऐसा दीपोत्सव शुरू हुआ कि भारत का कोना कोना जगमगा उठा. मन की बात बहुत सारे टॉपिक्स पे बात करते हैं. स्पोर्ट्स पे बात करते हैं, वेलनेस पे बात करते हैं, फिटनेस पे बात करते हैं. Because to grow a nation is not just economy, it's also the health of the nation. वो अपने शब्दों से और भारत का एक ऐसा नक्शा दिखाते हैं जिससे आप न सिर्फ आज का भारत बल्कि बीते हुए कल और आने वाले कल का भारत भी देख सकते हैं. मोदी जी अपनी बात कहते हैं, देश अपनी बात कहता है, और जब दोनों के मन मिलते हैं तो मन की बात होती है. मन की बात के सहारे आपके बीच में रहा हूँ, आपके बीच में रहूंगा. പാഠപുസ്തകത്തിലെ തുള്ളൽ പാട്ടുകൾ ചിത്രീകരിച്ച് അധ്യാപക കൂട്ടായ്മ സാങ്കേതിക പ്രവർത്തകരുടെ സഹായത്തോടെ നിർമ്മിച്ച വീഡിയോ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകൾ പുതിയ തലമുറയിൽ എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കൊല്ലം താമരക്കുടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുഞ്ചൻ കലാഗ്രാമത്തിന്റെ സഹകരണത്തോടെയാണ് തുള്ളൽ പാട്ടുകൾ ചിത്രീകരിച്ചത്. 1 മുതൽ +2 വരെയുള്ള മലയാളം പാഠപുസ്തകത്തിലെ തുള്ളൽ പാട്ടുകളാണ് ദൃശ്യവൽക്കരിച്ചത്. തുള്ളൽ കലാകാരൻ താമരക്കുടി കരുണാകരൻ മാസ്റ്ററുടെ കൊച്ചുമകൾ ഹരിചന്ദനെയാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. 3 ഓട്ടൻതുള്ളലും 1 ശീതങ്കൻ തുള്ളലും 1 പറയൻ തുള്ളലുമാണ് 10ഓളം അധ്യാപകരുടെയും കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കൂട്ടായ്മ ചിത്രീകരിച്ചത്. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. നമ്മുടെ മിക്ക കുട്ടികളും തുള്ളൽ നേരിട്ട് കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ഓട്ടൻതുള്ളൽ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ പറയൻ തുള്ളലും ശീതങ്കൻ തുള്ളലും ഒക്കെ കണ്ടിട്ടുള്ള കുട്ടികൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ കല കുട്ടികളുടെ മുന്നിൽ ദൃശ്യവൽക്കരിച്ച് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം അധ്യാപകർ. ഇത് ചിത്രീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും അതുവഴി ICT അധിഷ്ഠിത പഠനം പ്രയോജനപ്പെടുത്തി കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ തുള്ളൽ നേരിട്ട് കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ്. എലിയും പൂച്ചയും, ഊണിന്റെ മേളം, രുക്മിണി സ്വയംവരം, മയന്റെ മായാജാലം, കിട്ടും പണമെങ്കിലിപ്പോൾ, കൊള്ളിവാക്കല്ലാതൊന്നും എന്നിവയാണ് ചിത്രീകരിച്ചത്. ന്യൂസ് 18 കൊല്ലം. ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ മലയാളിയായ ദേശീയ സെക്രട്ടറി ജനറൽ BN പ്രസൂദിനെതിരെ വനിതാ കോച്ച് ജാസ്മിൻ ജോർജ്. ബ്രിജ്ഭൂഷണ് അനുകൂലമായി കേരള അസോസിയേഷൻ കേരള താരങ്ങളുടെ പിന്തുണ തേടി. ബ്രിജ്ഭൂഷന്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ ആവശ്യപ്പെട്ടു. വിശദീകരണം നൽകിയില്ലെങ്കിൽ സ്പോർട്സ് കൌൺസിൽ വഴി വാങ്ങുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് ജാസ്മിൻ ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. ഗുസ്തി താരങ്ങളുടെ സമരം രാജ്യത്താകെ വലിയ ചർച്ചയാകുമ്പോൾ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർക്ക് കോച്ചിങ് നൽകിയ അന്തർദേശീയ റെസ്ലിംഗ് കോച്ച് കൂടിയായ ജാസ്മിൻ ജോർജ് എന്നോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരികയാണ്. ഈ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇവർ സമരം തുടങ്ങിയ 2ാം ദിവസം ഞാൻ ഇവരെ വിനേഷ് ഫോഗട്ടുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആ കൊച്ചെന്നോട് ചോദിച്ചു, മാഡം എന്തിനാ വിളിച്ചത്? എന്നെ വഴക്ക് പറയാനാണോ വിളിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എന്താ സംഭവം, എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, മാഡം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്. അപ്പം ഞങ്ങൾക്ക് കേരളത്തിന്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ മാഡത്തിന് ഞങ്ങളുടെ കാര്യത്തിൽ സംശയമുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാനന്നൊരു ഹോസ്റ്റൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ വളരെ സത്യസന്ധമായിട്ടാണ് വിനേഷ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായത്.
ഇപ്പം ഞങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്നാണ് ആ കുട്ടി പറയുകയുണ്ടായത്. വിനേഷ്, സാക്ഷി ഇവരെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ? രണ്ടുപേരും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. 2012 വരെ ഞാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നു. 4 വർഷം സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഈ 3 ടീമിന്റെ കോച്ചായിട്ട് ഞാൻ ഈ കുട്ടികളുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ടീമിന്റെ ഞാൻ പരിശീലകയായിട്ടും പോയിട്ടുണ്ട്. അതായത് ഞങ്ങൾ USA ട്രെയിനിങ്ങിന് വേണ്ടി അയച്ചു. അന്നും ഈ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾ 1.5 മാസക്കാലം ഞങ്ങൾ USAയിലുണ്ടായിരുന്നു. ആ ട്രെയിനിങ് പീരീഡിൽ ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ 2 പരിശീലകരാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. മിസ്റ്റർ OP യാദവും പിന്നെ ഞങ്ങൾ 2 ആൾക്കാരായിരുന്നു പോയത്. സംഭവങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിവുകളുണ്ടോ? ഈ സംഭവങ്ങളെ കുറിച്ച് ഇവര് പറയുന്നത് പുറത്ത് നമ്മളോട് ആരോടും പറയാം. ഇവരുടെ ഫോണൊക്കെ ഹാക്ക് ഒരു ബന്ധപ്പെടുന്ന കാലമായതുകൊണ്ട് അവര് പറയുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഒരിക്കലും ഞങ്ങൾ അതിനെപ്പറ്റി നുണ പറയുകയില്ല. കാരണം എനിക്കത് വിശ്വസിക്കാം. കാരണം ഒരിക്കലും ഈ കുട്ടികള് ചുമ്മാ ഒരു ഫേക്കായ കാര്യത്തിന് വേണ്ടി ഇവര് മുമ്പോട്ട് വരുന്ന കുട്ടികളല്ല. ഒരു ദിവസം പോലും പരിശീലനം കളഞ്ഞ് ഇവര് മുമ്പിൽ വരികയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇവരെ വിശ്വസിക്കും. അവർ പറയുന്നത് സത്യമാണ്. കണ്ണൂർ ട്രെയിനിലെ തീവെപ്പ് കേസിൽ ഉത്തരമേഖല IG മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. By Honorable DGP, and in that ACP Kannur town, Ratna Kumar was made as investigating officer. Based on the investigation and verification from the crime scene, one suspected fellow was taken into custody, and based on his interrogation, it is found that one person, his name is Prasenjit Sidkar. He is from 24 West Pargana, West Bengal, 24 South Pargana, West Bengal. He came here around 3 days back to Talasheri first. After that he walked to the Kannur, and in the night he went to this compartment. He is a person who smoked BD. He used this matchbox, and he burned this some portion of the train, which continued to burn, and then entire coach was completely gutted to the fire. We got sufficient evidences so far during the investigation we got sufficient evidences to connect that fellow with the crime. Prima facie, the motive of crime is this person is a wandering kind of person. He is from the West Bengal, and he initially worked as an electrician. Later on he worked as a waiter in many of the hotels, including Calcutta, Delhi, Mumbai. And later on, from around 2 years back, he started this picking of the plastic bottle. He used to sell those bottles, and he used to earn the livelihood. From last 2 years, he has stopped doing that work, and he became a beggar. So he used to go everywhere, he used to beg, and he used to live his livelihood. When he reached to Talasheri, then he could not get any kind of any kind of money he could not collect through begging, and he was under mental trauma at that time. He walked to the Kannur, and because of this mental trauma, he has done this act of firing the train coach. This person is in custody now, and the other procedure would be completed, and he would be produced before the magistrate. His name is Prasenjit Sidkar. P-R-O-S-O-N, Prasen, Jeet, J-I-T, Prasenjit Sidkar, S-I-D-K-A-R, Sikdar, S-I-K-D-A-R, Prasenjit Sikdar. Generally it is a Bengali name. We say Prasun, but there they call Prasen. Sikdar. Sir, is arrest recorded? The entire proceedings would be completed. He is in custody right now. What material he used to burn the? As I told you, he is a habitual smoker. He used to smoke BD, and he used this matchstick
to burn the portion of the train. No other petrol or diesel or something? So far, investigation has not revealed that he has used any inflammable material. However, we are investigating that angle as well. Is there any relation with any other Elathur case or something? So far, we could not get any relationship between this Elathur case and this case. However, investigation is going on. Was he produced before court or? He would be produced before the court. That is what I am telling you. He is in custody and he would be produced before the court after completing the formality. Then will media? That SIT would decide. The head of the SIT would decide when they are going to produce. We media need to get an image or something. Sir, actually, what is the motive regarding this? Motive is so far prima facie what we could understand from the investigation that he was completely frustrated because he could not get any kind of he could not collect any money through begging, and he was completely in that particular state, and because of that agony he went there and he has done this act. Is there any issue with the security persons of railway? So far investigation has not revealed any kind of issue with the security personnel. First time only one accused? So far we could get only one accused, and investigation shows the involvement of one accused only. So same person had involved in firing near railway track last February? It's the same person? We have to find out because I am not aware that what happened in last February. I am not aware. Sir, so far we could not get Kerala before, or it is the first visit before? He has disclosed that he has visited Kerala earlier as well to Ernakulam, but we have to verify that. From Talasheri, at what time he reached in Talasheri? You told that. He that is also we have to basically properly verify his timeline based on the scientific evidences. So far no other motive other than a mental agony? So far no motive other than this frustration. Was he traveling on the same train from Talasheri to Kannur? Sorry? Has he travelled from Talasheri to Kannur from the same train? He came by walking only. Yeah. That is what he has disclosed, but we have to verify it. Sir, any image of this accused is? We have to conduct test identification of this accused, so we cannot provide any image of the accused. Okay. Anything? Thank you. Thank you very much.